മച്ചാന്മാരെല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ ഒരു ക്യാമ്പിങ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ ഒരുപാട് ക്യാമ്പിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, വെള്ളത്തിൽ, മണ്ണിൽ, പുഴയിൽ, എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെല്ലാം വെറൈറ്റി ആയിട്ട് ഇന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു ക്യാമ്പർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി ഐറ്റത്തിലാണ്. ആ ഐറ്റം എന്താണെന്ന് കാണണ്ടേ? അപ്പോൾ നമ്മുടെ വെറൈറ്റി ഐറ്റം ഇപ്പോൾ നമ്മുടെ ബാക്കിലേക്ക് വരും. ഇത് കണ്ട മക്കളെ, നമ്മൾ ഈ കാണുന്ന എയ്സിലാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഇതിൽ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ വെക്കും എന്നുള്ള കാര്യമൊക്കെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതിനൊരു സിമ്പിളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഐഡിയ ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഐഡിയ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കാണുന്ന എയ്സ് കുട്ടനെ നമ്മൾ സാധാ എയ്സിൽ നിന്ന് ഒരു ലക്ഷറി എയ്സാക്കി മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിൽ നമുക്കൊരു വീടാക്കി മാറ്റണം. അതായത് ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു വീട് പോലെ ഒരു സ്ട്രക്ചർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നമ്മളൊരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ടോപ്പിൽ നമ്മുടെ ബാൽക്കണിയിലും നമ്മൾ വേറൊരു സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. വേറെ നല്ല നമ്മുടെ ടെൻറ്റും അതുപോലെ ഇരിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മളിപ്പോൾ പറഞ്ഞതാണ് നമ്മുടെ ബേസ് ഐഡിയ വരുന്നത് കേട്ടോ. അപ്പോൾ പണിത് വരുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കിയാലേ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പണികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇതിന് നമുക്ക് ഒരു സ്ട്രക്ചർ വേണം. അതായത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വീടാണോ റൂമാണോ എന്താണ് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ അതറിയില്ല. അപ്പോൾ അതിന് നമുക്കൊരു സ്ട്രക്ചർ വേണം. അത് നമ്മൾ ഇരുമ്പിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഇതിൻ്റെ സൈഡൊക്കെ മറയ്ക്കാനായിട്ട് പോകുന്നത് നമ്മൾ മരം വെച്ചിട്ടാണ്. അതും പ്ലൈവുഡിൻ്റെ ഷീറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ മറയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ബോഡിയിൽ നമ്മൾ മെറ്റലിൻ്റെ ഒരു ഫ്രെയിം അടിച്ച് കയറ്റാനായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഭയങ്കര കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ വർക്കുകളൊക്കെ മുമ്പേ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അസംബിൾ ചെയ്ത് എങ്ങനെ റെഡിയാക്കണം എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പണി തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ കാണുന്ന എയ്സിൻ്റെ വലിപ്പത്തിൽ, എൻ്റെ മുത് ലോക്കായ വലിപ്പത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫസ്റ്റ് ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്തെടുത്തിട്ട് നേരെ കയറ്റാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം ആദ്യം ഒരു ചതുരൻ ഫ്രെയിമാണ് കയറ്റുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കമ്പി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പീസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത പീസുകൾ ഇട്ട് നമുക്ക് ഇതിനെ പൊക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഹൈറ്റ് കൂട്ടാനായിട്ട് ഇടുന്നത് ഈ കാണുന്ന പീസാണ് കേട്ടോ. ഇതൊരു 4 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഹൈറ്റിലേക്ക് കിട്ടുവേ. സംഭവം നമ്മുടെ ഓരോ കാലുകളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കണ്ട, നമ്മുടെ ബാക്കിലേക്കുള്ള 2 ഇട്ടു. ഇതുപോലെ തന്നെ ഫ്രണ്ടിലും നമ്മളത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 4 കാലുകൾ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലാണ് അടുത്ത ഫ്രെയിം വരുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത ഫ്രെയിം വരുന്നുണ്ട്. ഇത് നമുക്ക് മുകളിലേക്ക് കയറ്റാനുള്ളതാണ്. ഇനി നമ്മൾ ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി, ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കറക്റ്റ് ആയിട്ട് ഹോളിൽ ഇറക്കി വെക്കുക എന്നുള്ളത്. ഇനിയിപ്പോ ഇതിൽ വേറൊരു സെറ്റപ്പ് ഉണ്ട്. നമ്മുടെ ഫ്രെയിമിൽ തന്നെ നമ്മൾ അടിച്ചിരുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് കൂടി ഉണ്ട്. പോന്നോട്ടെ. അപ്പോൾ നമ്മുടെ ക്യാമ്പറിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പീസാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മുടെ സ്ട്രക്ചർ വരും. അതെങ്ങനെ സെറ്റ് ആക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത നേരത്തെ ഇത് ഊരിക്കഴിഞ്ഞാൽ മടക്കി മുകളിലേക്ക് വെക്കാനും പറ്റും. അതല്ലാത്ത സമയത്ത് ഇത് തുറന്നിടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കാണുന്ന ഫ്രെയിം ചെയ്തിരിക്കുന്നത്. 2 വിജാഗിരിയിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള പരിപാടികൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലൈവുഡ് സെറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്ലൈവുഡുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള അളവിൽ നമ്മൾ മുറിച്ച് സെറ്റാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മുടെ റൂഫാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ഐറ്റത്തിന്റെ റൂഫ് നമ്മളിത് പണിത് സെറ്റ് ആക്കാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം റൂഫ്, അത് കഴിഞ്ഞ് സൈഡുകൾ, ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മോനെ, കറക്റ്റ് പീസ് എടുത്താൽ എവിടേക്ക് ഉള്ളത്? പീസ് പോരട്ടെ മോനെ, പീസ് പോരട്ടെ. അപ്പോൾ നമ്മുടെ റൂഫിന്റെ പണികൾ തുടങ്ങുകയാണ്. ആദ്യത്തെ പ്ലൈവുഡ് നമ്മൾ മുറിച്ചത് വെച്ചു. ഇതൊക്കെ നമുക്ക് ഇനി കൈയോടെ സ്ക്രൂ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ മുകളിൽ കയറിയിട്ട് ഇത് സ്ക്രൂ ചെയ്യാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലൈവുഡ് ഇനി നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടി നോക്കുകയാണേ. അപ്പോൾ നമ്മുടെ സ്ക്രൂയിങ് പരിപാടി തുടങ്ങുകയാണേ. അപ്പോൾ ആദ്യം 4 മൂലയ്ക്കും കൊടുക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ ടൈറ്റ് ആക്കാം. അങ്ങനെ ഓരോ സ്ക്രൂകളായിട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മച്ചാനെ. അപ്പോൾ ഇനി അടുത്ത പീസ് വരാണേ. അങ്ങനെ നമ്മുടെ ഓരോ സ്ക്രൂകളായിട്ട് അടിക്കും തോറും ഇതെല്ലാം സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്.
പ്ലൈവുഡ് നമ്മളത് നമ്മുടെ ഫ്രെയിമിലേക്ക് ഇരുത്താൻ പോകുന്നത് സ്ക്രൂ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ ഇവിടുത്തെ പണി കഴിഞ്ഞു. ഇനി നമ്മളത് സാധനം നേരെ മടക്കിയിട്ട് താഴത്തെ പണികൾ നോക്കുകയാണ്. മോനെ കുറ്റിയൂരി എടുത്തോടാ. ബാക്കിലോട്ട് സൂക്ഷിച്ചിറങ്ങുക. അങ്ങനെ നമ്മുടെ മുകളിലത്തെ പ്ലൈവുഡ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ വീടിൻ്റെ ചുമര് ഉണ്ടാക്കുന്ന പരിപാടിയാണ്, വീടല്ല റൂമിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി താഴെ ഇറങ്ങിയിട്ട് ബാക്കി പ്ലൈവുഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇത് നമ്മുടെ ഉള്ളിലത്തെ പീസുകൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യത്തെ പീസ് നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനെ ഒരു ചെറിയ പീസ് നമുക്ക് പാച്ച് വന്നിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പം മക്കളതെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ് കൂടി ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോഴേ നമ്മുടെ ഒരു സൈഡ് മൊത്തത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോഴേ ഇപ്പുറത്തെ സൈഡ് തീർത്ത പോലെ തന്നെ ഇവിടെ നമുക്ക് സെറ്റ് ആക്കാം. അങ്ങനത്തെ നമ്മുടെ ജനലുള്ള പീസാണ് ഇത്. ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനൽ തുറക്കാൻ അടയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. അടച്ചാണ് ഇവിടെ തന്നെ. അപ്പോൾ നമ്മളുടെ ജനൽ ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ സെറ്റപ്പുകളൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ജനൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഔട്ട് സൈഡ് ഫുള്ള് സ്റ്റിക്കർ ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മൾ നമ്മുടെ കല്ലിൻ്റെ ഒക്കെ ഷേപ്പിലാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വാൾപേപ്പർ, ഇഷ്ടികയുടെ പോലത്തെ വാൾപേപ്പർ നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജനലിലുള്ള പീസ് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഓരോ പീസുകളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. താട്ടെ താട്ടെ താട്ടെ. എന്താടാ നീ കാണിക്കുന്നത്? മതി 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 മതി. അപ്പോൾ നമ്മുടെ അടുത്ത പീസ് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിക്കറിൽ ഞങ്ങൾ ഒട്ടിക്കാൻ പോവാണ്. നല്ല ഹൈറ്റ് കയറ്റിക്കോ മോനെ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സൈഡ്, രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അല്ല അത് ഊരണമല്ല, ഉള്ളിലേക്ക് ഒട്ടിക്കണമെങ്കിൽ പിന്നെ നമ്മുടെ പെയിന്റ് അടിച്ചെടുത്താൽ നമ്മുടെ വിൻഡോ നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. ബാക്ക് സൈഡിൽ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്ത പീസ് നമ്മളിതിവിടെ സെറ്റ് ചെയ്യാൻ പോവാണേ. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ വർക്കൊക്കെ ഒരുവിധം ഒതുങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള അപ്ലയൻസസ് നോക്കുകയാണ്. അപ്പോൾ നമുക്കിത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ടി വി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടി വിയുടെ സ്റ്റാൻഡ് ആദ്യം നമുക്ക് അവിടെ മൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് അടിച്ച് കൊടുക്കുകയാണ് ടി വി വയ്ക്കാനുള്ളത്. അങ്ങനത്തെ നമ്മുടെ ടി വി വയ്ക്കാനുള്ള സ്റ്റാൻഡ് നമ്മൾ 6 സ്ക്രൂവിലാണ് നിർത്തുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടി വി കയറ്റാൻ പോവാണ്. ടി വി ഇപ്പോൾ സെറ്റാവും, ഫുൾ സിനിമ കാണാം നമുക്ക്, അടിപൊളി. അപ്പോൾ ടി വി സെറ്റായിട്ടുണ്ട്. ഇനി ടി വി കുത്താനായിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് റെഡിയാക്കുവേ. ഇനി നമുക്ക് ചെറിയൊരു ഷെൽഫ് വേണം നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുകളിലേക്കുള്ള ടെൻറ്റ് നമ്മളിനി സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിനി ടെൻറ്റ് കയറ്റുന്നുണ്ട്, മാറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെൻറ്റാണ് ഇപ്പോൾ സെറ്റ് ആക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ.
ചെറിയ ടെൻ്റാണ് നമ്മൾ എടുക്കുന്നത്, ഭയങ്കര വലിപ്പമുള്ളതല്ല. അപ്പോൾ നമ്മുടെ മുകളിലേക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ടെൻറ്റ് നോക്കി എടുത്ത് കണ്ട നല്ല കളർഫുള്ളായിട്ടുള്ള സാധനമാണ്, പച്ചയും നീലയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിനി മുകളിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടാ. അപ്പോൾ ഇനി നമ്മുടെ ഉള്ളിലേക്കുള്ള മാറ്റും അതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിരിച്ചിടാനുള്ള മാറ്റും നമ്മളിത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണേ. ഷട്ടർ ഇട്ടോ പോലെ, ഷട്ടർ വിരിച്ചോ. ആ പോട്ടെ ഇട്ടിട്ടില്ല ഇല്ല ആയിട്ട് ആയിട്ടോ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഹോട്ടൽ സ്റ്റാൻഡൊക്കെ സെറ്റാണ്, ഹോട്ടലായി ഇവിടെ ഫുഡിന്റെ പരിപാടിയൊക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ തുടങ്ങാം കേട്ടോ. അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ടെന്റ് കയറ്റണതിന് മുമ്പായിട്ട് അവിടെ മാറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ടെന്റ് കയറ്റാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ടെന്റ് കയറ്റാനുള്ള പരിപാടിയാണ്. ഫ്രണ്ട് കറക്റ്റ് അറിയാൻ പറ്റും, ഫ്രണ്ട് അയ്യോ ഇതിൻ്റെ ഉള്ളിൽ പെട്ട അപ്പം മച്ചാന്മാരെ ഇതേ നോക്ക്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എയ്സ് വണ്ടീനെ നമ്മൾ ക്യാമ്പ് ചെയ്യാനുള്ളൊരു ക്യാമ്പറാക്കി മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ ബാൽക്കണിയിലും നമുക്ക് ക്യാമ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതേ നോക്കി, ഈ കാണുന്ന ടെൻറ്റില്ലേ, ഈ കാണുന്ന ടെൻറ്റിലും നമുക്ക് താമസിക്കാൻ പറ്റും, താഴെ നമുക്ക് താമസിക്കാൻ പറ്റും. അടിപൊളി സെറ്റപ്പ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത്യാവശ്യം വെട്ടമൊക്കെ പോയി, അതുകൊണ്ടാണ് ഒരു മങ്ങിയ വെട്ടത്തിൽ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. പ്രവീൺ മച്ചാനെ, നമുക്ക് എന്തായാലും ഒരു ക്യാമ്പർ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇത് വെച്ചൊരു കിടുക്കൻ ക്യാമ്പിങ് പ്ലാൻ ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും വലിയൊരു സെറ്റപ്പിൽ ഇത് ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചൊരു കിടുക്കാച്ചി ക്യാമ്പിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ എയ്സിനെ നമ്മളൊരു ക്യാമ്പറാക്കി മാറ്റിയിരിക്കുന്നത്. അത് മൾട്ടി പർപ്പസ് ആണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല, നമ്മൾ എന്തായാലും നിങ്ങൾ തന്നെ കണ്ടാണ് നമ്മൾ ചെയ്ത വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മോഡിഫൈ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്യാമ്പിങ്ങിന് നമ്മൾ എല്ലാ സാധനങ്ങളും ഇറക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അടുത്ത ക്യാമ്പിംഗ് വീഡിയോയ്ക്ക് വരുന്ന നമ്മുടെ ക്യാമ്പർ. ഇതും കൊണ്ട് നമ്മൾ നേരെ മല കയറി പോയിട്ടാണ് ക്യാമ്പ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വെച്ചാൽ പറയും ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേ നോക്കിയേ സംഭവം, ഇത് ഞാൻ തന്നെയുള്ള തുറന്നിട്ടത്, അടച്ചിട്ടേക്കാം, അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പ്രശ്നമാവും. നമുക്ക് കേൾക്കണ്ട, ബാൽക്കണി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇതെങ്ങനെ ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ താഴെ കിടക്കും, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ എയ്സ് വണ്ടിയിലുള്ള നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ തുടക്കം മാത്രമാണ് നിങ്ങൾ കണ്ടത്. ബാക്കി നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ പോകട്ടെ ക്യാമ്പിങ്ങിനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ കയറി വരുന്നുണ്ട് ബലം നോക്കാനായിട്ട്. എന്തായാലും നമ്മൾ പണിത് കഴിഞ്ഞപ്പോൾ പിന്നെ ബലം എന്തോരം ഉണ്ടെന്ന് അറിയണ്ടേ മക്കളെ? ഒരാളിൻ്റെ ഉള്ളിൽ കയറിപ്പോയേ, തുറന്ന് ഉള്ളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വാ. എക്സ്പ്ലോർ ഇടയ്ക്കൊക്കെ നാവൊന്ന് പാളും. ചെല്ല് അതിൻ്റെ ഉള്ളിൽ കയറിക്കോ. അപ്പോൾ സംഭവം സെറ്റപ്പിലുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊള്ളാം അല്ലേ സംഭവം? എന്തായാലും സെറ്റായിട്ടുണ്ട്. എടാ ഇതിന് മുകളിലിരുന്ന് ഇങ്ങനെ കാഴ്ച കാണാൻ അതിന് പ്രത്യേക രസമാണ്. നമ്മുടെ പാടവും പച്ചപ്പും ആ ഒരു സൂര്യാസ്തമയം ഒക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതും കൊണ്ട് നമ്മൾ മല കയറി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അവിടെ നമ്മൾ ഇത് വെച്ചൊരു ക്യാമ്പിങ് എന്തായാലും മൂഡ് സെറ്റപ്പ് ആയിരിക്കുള്ളൂ അല്ലേ? മൂടാണ് അപ്പോൾ അല്ലേ? അപ്പോൾ സംഭവം നിന്നെ കൊണ്ടുപോലെ നിനക്ക് പരീക്ഷ അല്ലേ? ഏട്ടാ ഇവന് പരീക്ഷ അല്ലേ? ഇവനെ കൊണ്ടുപോകണോ? അപ്പൊ മച്ചാന്മാരെ എന്തായാലും സംഭവമൊക്കെ നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാ പരിപാടിയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമ്മുടെ ക്യാമ്പിങ് അതെന്താവും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ ഒരു എയ്സ് വണ്ടീനെ എങ്ങനെ ഒരു ക്യാമ്പറാക്കി മാറ്റാം, ഇത് വെച്ച് നമ്മൾ ഇനി ക്യാമ്പിങ് ചെയ്യാനുള്ള പ്ലാൻ, ഇതൊക്കെ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതിനെ ഒരു ക്യാരവാനോ കാര്യങ്ങളോ ആക്കി മാറ്റിയിരിക്കുകയല്ല. ജസ്റ്റ് അതിൽ നിന്ന് ഇത് നമുക്ക് മൊത്തത്തിൽ ഇതിൽ നിന്ന് വേണമെങ്കിൽ ഊരിയെടുക്കാവുന്ന, അതായത് ഒരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിരിക്കുന്നു. അതല്ലാതെ നമ്മൾ വണ്ടിയിൽ യാതൊരുവിധ മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മളൊരു ക്യാമ്പിംഗ് ഇതിൽ സെറ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് പുറത്തേക്ക് എടുക്കാം. ഒരു ലോഡ് പോലെ ഒരു ചതുരക്കട്ട അത്രേ ഉള്ളൂ ഇതിൽ. അതല്ലാതെ വണ്ടിയിൽ യാതൊരു ഓൾട്ടറേഷനോ കാര്യങ്ങളോ നമ്മൾ വരുത്തിയിട്ടില്ല. അങ്ങനത്തെ തരത്തിലുള്ള യാതൊരു മോഡിഫിക്കേഷനും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വെച്ചാൽ പറയുന്നത് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചാൽ പ്രവീൺ ഇപ്പോൾ ഡ്രോണിലാണ്. പ്രവീണോടൊപ്പം അതുപോലെ ടീം M4 ടെക്കിനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.